മാറിയില്ലേട്ടാ, ഇത് ഇന്നലെ തൊട്ട് തുടങ്ങിയത്. നീ ഇടിച്ചാൽ ഞാൻ തീർന്നു. എന്തോ ഗ്യാസ് എന്നും പറഞ്ഞോണ്ടിരിക്കാണ്. എന്താണ് എല്ലാരും ഇവിടെ? തങ്ക ചേച്ചി എവിടെ? ചേച്ചി എന്താ മീറ്റിങ്ങിന് പോയി. ആ, നീ എവിടെ പോയി? ഞാൻ പച്ചക്കറി വാങ്ങിക്കാൻ പോയതാ. ആ ഇതൊക്കെ മമ്മൂട്ടി പഠിച്ചോണ്ട് വരില്ലേ ഇതൊക്കെ? ഓ, ഞാനാണ് നോക്കി എടുക്കത്തില്ല ചേച്ചി. നമ്മളൊക്കെ ആവുമ്പോ നോക്കി എടുക്കുവേ. ഒന്നും ശരിയാവത്തില്ല. വാങ്ങിച്ചാലും എനിക്ക് തൃപ്തി വരും. ഞാനും അങ്ങനെ തന്നെ, എനിക്കും എല്ലാം നോക്കി എടുക്കണം. പിന്നെ വേറെന്തുണ്ട്? ഒന്നുമില്ല, അവിടെ എല്ലാവർക്കും തങ്ക ചേച്ചിയെ പറ്റിയുള്ളവർ പറയാന്. ആണോ? ഫേമസ് ആയില്ലയോ? എല്ലാരും നല്ല അഭിപ്രായല്ലേ? പിന്നെ ഇപ്പൊ അമ്മാവനെ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞല്ല അവളെ ഓരോ കാര്യങ്ങൾ നന്നായി. പിന്നെ നമ്മളെ വീട്ടിലൊരു മെമ്പർ, പിന്നെ അവള് നല്ല സന്തോഷമുള്ള സ്വഭാവം, കാര്യമാ. നല്ല പെരുമാറ്റം, നല്ല പ്രവർത്തനം, അടിപൊളി. മരുമോളെ കുറിച്ച് പറയാൻ ഒരു അവസരം കിട്ടിയ പൊക്കി പറയുകയും ചെയ്യും. നമ്മളെന്താണ് അമ്മാന്റെ മുമ്പിൽ പെടുന്നതാണ് അവസ്ഥ. എന്താല്ലേ ചേച്ചി വരെ ഇങ്ങനെയായി. എന്നിട്ട് അങ്ങനെ ചേച്ചി വരെ. അയ്യോ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ചേച്ചി ഇത്ര പെട്ടെന്ന് മെമ്പർ ആവുമെന്ന് ആരെങ്കിലും കരുതിയാ? ഒരു അത്ഭുതമായിരുന്നു കേട്ടോ. കാര്യം ഇവിടെ രാഷ്ട്രീയ പാരമ്പര്യം, അതുമല്ല നേതാവ് ഗ്രീറ്റാ മച്ചമ്മയാണല്ലോ. ലക്ഷ്യം നിക്കുന്ന കാര്യം ചേച്ചി പറഞ്ഞില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ വിചാരിച്ചത് ഈ പ്രാവശ്യം ഗ്രീറ്റാ മച്ചമ്മ ഒരു മന്ത്രിയാകുമെന്ന. എന്തോടാ ഈ പറയണത്? കാര്യം ലോജിക്കുള്ള കാര്യം പറയാം. ഇത്രയും വർഷമായിട്ടാണ് ഇതിന്റെ പറയാൻ നടന്നത്. ഒരു മെമ്പർ ആവാൻ പറ്റിയാണ്. അങ്ങനെ മെമ്പറൊന്നും ആവണ്ട എന്റെ ക്ലീറ്റോ ചേട്ടൻ. ക്ലീറ്റോ ചേട്ടൻ മന്ത്രിയോ അല്ലെങ്കിൽ MLA ഉറപ്പായിട്ടും ആവും. ഇപ്രാവശ്യം അതിന്റെ ചരട് വലികൾ ഗ്രീറ്റാ മച്ചമ്മ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചോണ്ടിരിക്കും. ഒന്നീ ഒരു മന്ത്രി അല്ല ഒരു MLA. കണ്ടോ? അയാളൊക്കെ തന്നെ വീട്ടുവെച്ചോട്ടല്ലേ അടിപൊളിയല്ലേ? പറഞ്ഞു കൊടുക്ക് സൂഫി. അടിപൊളി. അടിപൊളിയാ. ഒന്നും എല്ലാരും തങ്ക ഇപ്പൊ മെമ്പറായി. ആലോചിച്ച് നോക്കണം ഓരോരുത്തരുടെ മാറ്റങ്ങളെ. ഞാൻ ഇത്ര നാൾ പോലീസായിരുന്നു, ഇതായിപ്പോ ടെസ്റ്റ് ചെയ്താൽ പോകുന്നു, നല്ല കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ രസയാവുകയും ചെയ്യും. ഇത് വല്ലതും ആവുന്നുണ്ട്. എത്ര നാളെ കൂടെ ഉള്ളവരോരോ മെമ്പറായി മാറി, കൂടെ താമസിച്ച ഒരു മെമ്പറായി. ഇതെന്നല്ലാതെ ഈ കൊടങ്ങാവളക്കാരെന്ന് പറഞ്ഞാൽ തന്നെ സത്യം പറഞ്ഞ സൂഫി ഇവിടെ നിൽക്കുന്നില്ലെങ്കിലേ ഞാൻ വേറെ വല്ലതൊക്കെ പറയാം. ഞാനും ചെല്ലട്ടെ, സൂഫിന് കുറെ പണിയുണ്ട്. അതെന്തായാലും ഭയങ്കര മോശമായി. നമ്മുടെ കേസ് വിടും. നമ്മളെ ഏഴാൻ പോയി. ലില്ലിപ്പെണ്ണ് അടിപൊളിയല്ലേ? എത്ര ഇവിടെ ഡാൻസ് പഠിപ്പിക്കുന്നു. എന്ത് കാര്യത്തിനാ ലില്ലിപ്പെണ്ണ് മാറ്റി നിർത്തണ്ട പറ. പിന്നെ ചേച്ചി സ്വന്തം കാര്യം നിൽക്കുവല്ലേ, അതൊക്കെ ഒരു വലിയ പോസിറ്റീവ് കാര്യമാണ് കേട്ടോ. എന്റെ ലില്ലിയെ പറ്റി അല്ല ഞാൻ പറഞ്ഞത്. പിന്നെ കൊടങ്ങാളക്കാരെന്ന് പറയാൻ നിങ്ങൾ രണ്ടെണ്ണം ഉടായിപ്പിന്റെ ഉസ്താദുകൾ, അത് ലോകം മൊത്തം അറിയാം. ആണ് പറഞ്ഞത്. അതിനകത്ത് തെറ്റെന്താ? ലോകതാരൻ പറയുന്നത് അവനെ പറ്റി നല്ല പറയോ? അല്ലേ പറയട്ടെ. ഞാൻ എന്താ പോവാ? നീ ആലോചിച്ചു. നിങ്ങളെ പറ്റി ഒരു നല്ല കാര്യം പറഞ്ഞ് എന്തെങ്കിലും ഒരാൾ ഇവിടെ കയറി വന്നിട്ടുണ്ടോ? അന്വേഷിച്ചു വരും. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമ്പോ തന്നെ ആളുകൾ അന്വേഷിച്ചു വരും. പിന്നെ ക്ലീറ്റോ നേതാവ് വറ്റിച്ച് പിന്നെ വണ്ടി എടുത്തോണ്ട് പോയിട്ട് തന്നില്ല ഇതുവരെ. നിങ്ങളെ പറ്റി ആടാല്ലോ പറഞ്ഞ ഇവിടെ. നല്ല കാര്യം പറഞ്ഞ ആരെങ്കിലും വരട്ടെ, ഞാൻ സമ്മതിച്ചു തരാം.